സുനിൽ വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനിൽ, പത്തനംതിട്ട. വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതുപോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. ഏപ്രിൽ 26-ന് കേരളത്തിൽ നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 3 പ്രധാന മുന്നണികളും തങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള അന്തിമഘട്ട ശ്രമങ്ങളിലാണ്. കേരളത്തിൽ അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും അത് തൃശ്ശൂറാണെന്ന്. അത്യന്തം വാശിയേറിയ ഒരു പോരാട്ടം തന്നെയാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. BJP പ്രശസ്ത സിനിമാ താരവും മുൻ രാജ്യസഭാ MP-യുമായ ശ്രീ സുരേഷ് ഗോപിയിലൂടെ തൃശ്ശൂരിൽ വിജയിക്കാമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മറുഭാഗത്ത് LDF-ന് വേണ്ടി CPI നേതാവും മുൻ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്ന ശ്രീ VS സുനിൽകുമാറാണ് പോരിന് ഇറങ്ങിയിരിക്കുന്നത്. UDF മുന്നണിക്ക് വേണ്ടി വടകര MP-യും സീനിയർ കോൺഗ്രസ് നേതാവുമായ ശ്രീ K മുരളീധരനും മത്സരിക്കുന്നു. തീർത്തും പ്രവചനങ്ങൾക്ക് സ്ഥാനമില്ലാത്ത ഒരു മത്സരമാണ് തൃശ്ശൂരിലേത് എന്ന് നിസ്സംശയം പറയാം. കാരണം സുരേഷ് ഗോപി എന്ന പ്രതിഭാസം തൃശ്ശൂരിൽ മത്സരിക്കുന്നു എന്നത് തന്നെ കാരണം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ പരാജയപ്പെട്ടിട്ടും ഇക്കഴിഞ്ഞ 5 വർഷവും ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരോടൊപ്പം നിന്ന നേതാവാണ് ശ്രീ സുരേഷ് ഗോപി. തൃശ്ശൂരിലെ ശക്തൻ മാർക്കറ്റ് പരിഷ്കരണം ഇത്തരത്തിൽ ഓർക്കേണ്ട ഒന്നാണ്. പരാജയപ്പെട്ടിട്ടും ശക്തൻ മാർക്കറ്റ് പരിഷ്കരണം നടത്തി അവിടുത്തെ വ്യാപാരികളുടെയും ഇടപാടുകാരുടെയും വിശ്വാസം നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. മണ്ഡലത്തിൽ ഉടനീളം നിരവധി മാനവ സേവന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതുതന്നെയാണ് മറ്റു 2 സ്ഥാനാർത്ഥികളിൽ നിന്നും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നു. തൃശ്ശൂരിൽ നിലവിലുള്ള MP-യും കോൺഗ്രസ് നേതാവുമായ ശ്രീ TN പ്രതാപൻ ഇത്തവണ മത്സരിക്കുന്നില്ല. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 7 അസംബ്ലി മണ്ഡലങ്ങളാണ് ഉള്ളത്. അവ ഇപ്രകാരമാണ്: ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, തൃശ്ശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട് എന്നിവയാണ് ആ മണ്ഡലങ്ങൾ. ഇതിൽ എല്ലാ മണ്ഡലങ്ങളും ഇപ്പോൾ LDF-ൻ്റെ കൈവശമാണ്. ഗുരുവായൂർ, മണലൂർ, ഇരിങ്ങാലക്കുട, പുതുക്കാട് എന്നീ മണ്ഡലങ്ങൾ CPM-ൻ്റെ കൈവശമാണ്. ഒല്ലൂർ, നാട്ടിക, തൃശ്ശൂർ മണ്ഡലങ്ങൾ CPI-യുടെ കൈവശവുമാണ്. ചുരുക്കത്തിൽ 7 മണ്ഡലങ്ങളും ഇപ്പോൾ ഇടതുമുന്നണിയുടെ കൈവശമാണ്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച ശ്രീ സുരേഷ് ഗോപി 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടെങ്കിലും 2,94,000 വോട്ടുകൾ സമാഹരിച്ച് BJP-യുടെ ശക്തി തെളിയിച്ചിരുന്നു. അന്ന് UDF സ്ഥാനാർത്ഥിയും കോൺഗ്രസ് നേതാവുമായ ശ്രീ TN പ്രതാപനാണ് വിജയിയായത്. ഇത്തവണ അതിശക്തമായ പോരാട്ടം തന്നെയാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ജനുവരി 3-ന് തൃശ്ശൂരിൽ വന്ന് ശ്രീ സുരേഷ് ഗോപിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. 2 ദിവസം മുൻപും ശ്രീ നരേന്ദ്രമോദിജി കുന്നംകുളത്ത് വന്ന് പ്രചാരണ യോഗത്തിൽ പ്രസംഗിച്ചിരുന്നു. പ്രചാരണത്തിൽ 3 മുന്നണികളും അതിശക്തമായി രംഗത്തുണ്ടെങ്കിലും സുരേഷ് ഗോപിയുടെ മുന്നേറ്റം വളരെ വ്യക്തമായി പ്രകടമാക്കുന്ന കാഴ്ചകളാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചില രാഷ്ട്രീയ പക്ഷപാതിത്വമുള്ള മലയാളം ചാനലുകൾ ചില സർവേ ഫലങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. പക്ഷെങ്കിൽ അതൊന്നുമല്ല സത്യം. തൃശ്ശൂർ നിവാസികൾ ജാതിമത ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ ശ്രീ സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് സത്യം. തൃശ്ശൂർ ജില്ലയിലുള്ള കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ സുരേഷ് ഗോപിയുടെ ഇടപെടൽ തട്ടിപ്പിന് ഇരയായവർക്ക് നീതി ലഭ്യമാക്കുവാൻ അദ്ദേഹം പദയാത്രയും മറ്റും നടത്തിയിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി സാക്ഷാൽ നരേന്ദ്രഭായ് മോദിജി തന്നെ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ കരുവന്നൂർ സഹകരണ തട്ടിപ്പ് ഉയർത്തുന്നു. പണം നഷ്ടപ്പെട്ട നിക്ഷേപകർക്ക് നീതി ലഭ്യമാക്കും എന്ന് അദ്ദേഹം ജനങ്ങൾക്ക് ഉറപ്പും നൽകുന്നു. ഈ തട്ടിപ്പ് കേസിൽ പണം നഷ്ടപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കാൻ ശ്രീ സുരേഷ് ഗോപി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ
തൃശ്ശൂരിലെ ജനങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം ന്യൂനപക്ഷ വോട്ടർമാർക്ക് വലിയ പ്രാതിനിധ്യമുള്ള മണ്ഡലമാണ്. 54% ഹിന്ദു വോട്ടർമാരാണ് ഈ മണ്ഡലത്തിലുള്ളത്. 40% ക്രിസ്ത്യൻ വോട്ടർമാരും 5% മുസ്ലിം വോട്ടർമാരും ഈ മണ്ഡലത്തിലുണ്ട്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ ധീവര സമുദായ അംഗങ്ങൾക്കും മുസ്ലിം സമുദായത്തിനും വളരെ നല്ല പ്രാതിനിധ്യമുണ്ട്. ന്യൂനപക്ഷ സമുദായങ്ങളുടെ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളുടെ വോട്ട് ഷെയർ ഇത്തവണ സുരേഷ് ഗോപിക്ക് വലിയ തോതിൽ ലഭിക്കുമെന്ന് ഉറപ്പാണ്. 2021 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് ശ്രീ സുരേഷ് ഗോപി പരാജയപ്പെട്ടെങ്കിലും 40,457 വോട്ടുകൾ നേടി 32% വോട്ട് ഷെയറും അദ്ദേഹം നേടിയിരുന്നു. സുരേഷ് ഗോപി എന്ന മനുഷ്യസ്നേഹിയെയാണ് തൃശ്ശൂരിലെ ജനങ്ങൾ സ്നേഹിക്കുന്നത്. രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ, സ്ത്രീ പുരുഷ ഭേദമില്ലാതെ തൃശ്ശൂർ പോലെ ഒരു അവികസിത നഗരത്തെ, അവികസിത പ്രദേശത്തെ വികസനത്തിൻ്റെ ഉത്തുംഗ ശൃംഖത്തിലേക്ക് ഉയർത്താൻ ശ്രീ സുരേഷ് ഗോപിയെപ്പോലെ ഒരാൾ ജനപ്രതിനിധിയാകണമെന്നാണ് തൃശ്ശൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. തന്നെയുമല്ല, മൂന്നാമതും കേന്ദ്രത്തിൽ BJP നയിക്കുന്ന NDA മുന്നണി സർക്കാർ തന്നെ അധികാരത്തിലെത്തുമെന്ന് പല പ്രീ പോൾ എക്സിറ്റ് സർവേ ഫലങ്ങളും പ്രവചിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ തൃശ്ശൂരിന് ഒരു കേന്ദ്രമന്ത്രിയെ ലഭിക്കുക ആണെങ്കിൽ വളരെ വലിയ വികസന കുതിച്ചുചാട്ടമായിരിക്കും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഈ വർഷം ജനുവരി 3-നാണ് പ്രധാനമന്ത്രി തൃശ്ശൂരിൽ വന്ന് മോദിജിയുടെ ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചത്. അന്ന് വലിയ റോഡ് ഷോയും അദ്ദേഹം തൃശ്ശൂരിൽ നടത്തിയിരുന്നു. ജനങ്ങൾക്ക് മോദി സർക്കാരിലുള്ള പ്രതീക്ഷ, ജനങ്ങൾക്ക് മോദി സർക്കാരിലുള്ള വിശ്വാസം, അതെല്ലാം സുരേഷ് ഗോപിക്ക് ഇത്തവണ വോട്ടായി മാറുമെന്ന് തീർച്ചയാണ്. അതിശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളാണ് 3 മുന്നണികളും നടത്തുന്നത്. പക്ഷേ ഈ പ്രചാരണ പ്രവർത്തനങ്ങളിൽ BJP മുന്നിലാണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. ശ്രീ വടക്കുംനാഥൻ്റെ മണ്ണിൽ, തൃശ്ശൂർ പേരിൻ്റെ മണ്ണിൽ, തൃശ്ശൂർ പൂരത്തിൻ്റെ മണ്ണിൽ സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു മനുഷ്യസ്നേഹിയെ തൃശ്ശൂർക്കാർ ഹൃദയങ്ങളിൽ സ്വീകരിച്ചു കഴിഞ്ഞു. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ 26-ാം തീയതിയാണ്. കേരളത്തിൽ ത്രികോണ മത്സരം നടക്കുന്ന പല മണ്ഡലങ്ങളിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന തൃശ്ശൂർ മണ്ഡലം. ഇവിടെ BJP നയിക്കുന്ന NDA സ്ഥാനാർത്ഥിയായിട്ട് ശ്രീ സുരേഷ് ഗോപിയാണ് മത്സരിക്കുന്നത്. UDF-ന് വേണ്ടി വടകര MP-യും കോൺഗ്രസ് സീനിയർ നേതാവുമായ ശ്രീ K. മുരളീധരനും, അതുപോലെ ഇടതുമുന്നണിക്ക് വേണ്ടി CPI നേതാവും മുൻ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രിയുമൊക്കെയായ ശ്രീ VS സുനിൽകുമാറുമാണ് പോരിനിറങ്ങിയിരിക്കുന്നത്. ശ്രീ സുരേഷ് ഗോപി തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നതോടെ അക്ഷരാർത്ഥത്തിൽ ഇവിടുത്തെ മത്സരം പ്രവചനങ്ങൾക്ക് അതീതമാണ് എന്ന് നിസ്സംശയം പറയാം. പക്ഷെങ്കിൽ ഇപ്പോഴും പ്രചരണത്തിൻ്റെ കാര്യത്തിൽ സുരേഷ് ഗോപി തന്നെയാണ് മുന്നിൽ. ഇത്തവണ സുരേഷ് ഗോപിയെ തൃശ്ശൂരിലെ വോട്ടർമാർ വിജയിപ്പിക്കും എന്ന് തന്നെയാണ് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. മറ്റൊരു അപ്ഡേറ്റുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.